വെൽക്കം ബാക്ക് ടു ബൈനറി ബോർഡ്. സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. ദറ്റ് ഈസ് പ്രയോറിറ്റി ക്യൂ എങ്ങനെ ഹീപ്പ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ പ്രയോറിറ്റി ക്യൂസിനെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എവിടെയൊക്കെ പ്രയോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിങ് വരുന്നോ അവിടെ എല്ലായിടത്തും പ്രയോറിറ്റി ക്യൂ ഉപയോഗിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സോ പ്രയോറിറ്റി ക്യൂ നമുക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ് ഷെഡ്യൂളിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് പ്രയോറിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ വരുന്നോ അവിടെയൊക്കെ പ്രയോറിറ്റി ക്യൂസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രയോറിറ്റി ക്യൂ മെയിനായിട്ട് രണ്ട് ഓപ്പറേഷൻസ് ആണ് പ്രയോറിറ്റി ക്യൂവിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒരു ഒബ്ജക്റ്റിനെ ഇൻസേർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു നമ്മുടെ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ട് അതിനെ ഡിലീറ്റ് ചെയ്യാനും. അപ്പോൾ ഇൻസേർട്ടും ഡിലീറ്റ് എന്ന് പറയുന്ന രണ്ട് ഓപ്പറേഷനാണ്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അറേ ഉപയോഗിച്ചിട്ടോ ലിങ്ക് ലിസ്റ്റ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഹീപ്പ് ഉപയോഗിച്ചിട്ടോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റേനെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഒരു ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റേനെ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും എന്തുണ്ടാവും, അതിൻ്റെ കൂടെ ഒരു പ്രയോറിറ്റി കൂടി ഉണ്ടാവും. അപ്പോൾ പ്രയോറിറ്റീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡേറ്റേനെ ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുമ്പം ആദ്യം റിമൂവ് ആവുന്നത് എങ്ങനെയുള്ള ഡേറ്റ ആയിരിക്കും, ഹൈലി പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും നമ്മൾ ഡിലീറ്റിലൂടെ പുറത്താക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഡിലീറ്റ് മിൻ എന്ന് കൊടുക്കുന്നത് മിനിമം പ്രയോറിറ്റി, അതായത് ഹൈ പ്രയോറിറ്റി ഉള്ള എലമെൻറ്റ് റിമൂവ് ആകുക എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഒരു പ്രയോറിറ്റി ക്യൂലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്, ഈ ഒരു രീതിയിൽ പ്രയോറിറ്റീൻ്റെ ബേസിസിൽ അവരെ എല്ലാവരും വേർതിരിച്ചിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് ഇവിടെ പ്രയോറിറ്റി ക്യൂ എങ്ങനെ ഒരു ബൈനറി ഹീപ്പ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ബൈനറി ഹീപ്പ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം നമുക്ക് എന്താണ്, റൂട്ട് അല്ലെങ്കിൽ ഈ ഹീപ്പിൻ്റെ റൂട്ട് നോഡിൽ വരുന്ന നോഡായിരിക്കും എന്തുള്ളത്, ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള നോഡാകുക. ഓക്കെ, അതായത് ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള നോഡ് ഈ ഒരു ഹീപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു ഹീപ്പ് ഉപയോഗിച്ച് നിങ്ങൾ പ്രയോറിറ്റി ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹയസ്റ്റ് പ്രയോറിറ്റി എലമെൻറ്റ് എല്ലായ്പ്പോഴും റൂട്ടിലായിരിക്കും നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്. സോ അപ്പോൾ നിങ്ങൾ ഡിലീറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ റൂട്ടിലുള്ള ഒരു നോഡിനെയാണ് റിമൂവ് ചെയ്യുന്നത്. സോ റൂട്ടിലുള്ള ഒരാളിനെ നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഹീപ്പിഫൈ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് വീണ്ടും റീ അറേഞ്ച്മെൻറ്റ് നടത്തും. അതായത് വീണ്ടും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളെ വീണ്ടും റൂട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. സോ അതാണ് നമ്മൾ പ്രയോറിറ്റി ക്യൂ ഹീപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ നടക്കുക. സോ അപ്പോൾ നമ്മൾ എന്തിനാണ് പ്രയോറിറ്റി ക്യൂ ഇങ്ങനെ റീ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രയോറിറ്റി ക്യൂ അറേ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടോ ഉള്ളതിനെ കുറിച്ചിട്ട് കണ്ടു. അപ്പം അറേ ഉപയോഗിച്ചിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ചെയ്യുന്നതിന് അപ്പം ഓർഡർ ഓഫ് n ആണ്, ഡിലീറ്റ് ചെയ്യുന്നതിന് ഓർഡർ ഓഫ് 1 ആണ്, റിമൂവ് ചെയ്യുന്നതിനും ഫൈൻഡ് മിനിമത്തിനൊക്കെ ഓർഡർ ഓഫ് n, മാക്സിമം ഓർഡർ ഓഫ് n വരെ വേണം. അതിപ്പോൾ ഓർഡേർഡ് ലിസ്റ്റിലായാലും അൺഓർഡേർഡ് അറേ അല്ലെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റിലാണെങ്കിലും ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഓർഡർ ഓഫ് n ആണ് നമുക്ക് മാക്സിമം അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ആയിട്ട് കിട്ടുന്നത്. അതായത് n എലമെൻ്റ് ഉള്ള ഒരു ക്യൂ ആണ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെങ്കിൽ അത്രയും ടൈം നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ബൈനറി ഹീപ്പ് വെച്ചിട്ടാണ് അതായത് ബൈനറി ഹീപ്പ് വെച്ചിട്ടാണ് നമ്മൾ പ്രയോറിറ്റി ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ബോത്ത് ഡിലീറ്റ് മിനിമം ഫംഗ്ഷൻ ആയാലും ഇൻസേർട്ട് ഓപ്പറേഷൻ ആയാലും വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ലോഗൻ ആയിരിക്കും. കാരണം ഒരു ബൈനറി ഹീപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ റൂട്ടിലിരിക്കുന്ന നോഡായിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ ഓരോ നോഡിനെ ഇൻസേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതിനെ റൂട്ടിലേക്ക് ഹീപ്പിഫൈ ചെയ്തുകൊണ്ടേ വരും. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുമ്പോഴും ഇതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആളെ വീണ്ടും റൂട്ടിലേക്ക് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും. സോ ആ ഓപ്പറേഷൻസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഹീപ്പിൻ്റെ ഓപ്പറേഷൻസ് എന്നുള്ള രീതിയിൽ. സോ അത് ഈ ഒരു പ്രയോറിറ്റി ക്യൂവിൻ്റെ രീതിയിൽ എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ ഹീപ്പ് ആസ് എ പ്രയോറിറ്റി ക്യൂ എന്ന് പറയുമ്പോൾ ഇനി പ്രയോറിറ്റി ക്യൂ ഹീപ്പ് ഒരു ഡേറ്റ സ്ട്രക്ചറായിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഡേറ്റയ്ക്കും എന്തുണ്ടാവും, ഡിഫറെൻറ്റ് പ്രയോറിറ്റീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പം ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള എലമെൻ്റ് ആരാണോ അതായിരിക്കും ആദ്യം റിമൂവ് ചെയ്യുന്നത്. സോ ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളതായിരിക്കും നമ്മൾ ആദ്യം റിമൂവ് ചെയ്യുക.
അപ്പോൾ നമ്മൾ ഒരു പ്രയോറിറ്റി ക്യൂവിനെ ഫസ്റ്റ് അതായത് ക്യൂ ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള ആൾ ആ ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്കായിരിക്കും വരിക. ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്ത് എത്തിക്കും. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുമ്പം ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു എന്തായിരുന്നു ആ ഒരു ഡേറ്റയെ നമുക്ക് റിമൂവ് ചെയ്ത് കളയുക. അപ്പോൾ ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഹീപ്പുമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും വരുന്നത്. ദെൻ ഇവിടെ 1-2 എക്സാമ്പിൾസ് പറയുകയാണ്. എമർജൻസി റൂം ഇൻ എ ഹോസ്പിറ്റൽ ഈസ് ആൻ എസെൻഷ്യൽ പ്രയോറിറ്റി ക്യൂ. ദെൻ അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്കെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള പ്രോസസ്സുകൾ പല സമയത്തായിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ പ്രോസസ്സിനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ചില പ്രോസസ്സുകൾക്ക് പ്രയോറിറ്റി കൂടിയ പ്രോസസ്സുകളുണ്ടാവും. അപ്പോൾ നമുക്ക് എല്ലാ പ്രോസസ്സുകൾക്കും ഒരു ഫെയർ ട്രീറ്റ്മെൻറ്റ് വേണം എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോസസ്സ് പോലും ഒരുപാട് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യാനും പാടില്ല. അപ്പോൾ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സുകൾ ആദ്യം റിമൂവ് ചെയ്യുന്നു, ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ ടൈം കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ആ CPU സ്കെഡ്യൂളിംഗ് നടക്കും. അപ്പോൾ ഈ സിറ്റുവേഷനിലും നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി റൂം എന്നുള്ള ആ ഒരു സിനാരിയോ കൺസിഡർ ചെയ്യുമ്പോഴും എമർജൻസി റൂമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വരുന്നവരിൽ ഹയസ്റ്റ് പ്രയോറിറ്റി അത്രയും ക്രിട്ടിക്കൽ കേസ് ആയിട്ടുള്ളവരെ ഫസ്റ്റ് സെർവ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് അവിടെ പ്രയോറിറ്റി ക്യൂവിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് പറയുന്നത്. സോ ഇതാണ് നമുക്ക് ഹീപ്പിന് പ്രയോറിറ്റി ക്യൂവിനെ ഒരു ഹീപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഫർദർ അൽഗോരിതമോ ആയിട്ടോ ഒന്നും പറയുന്നില്ല, കാരണം എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെയാണ് പ്രയോറിറ്റി ക്യൂവിനെ ഹീപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക? ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മളൊരു ഹീപ്പിലേക്കുള്ള ഇൻസേർഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹീപ്പിലേക്ക് എങ്ങനെയാണ് ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യുക. ദെൻ എക്സ്ട്രാക്റ്റ് മിനിമം എന്ന് പറയുന്ന നമ്മൾ ഹീപ്പിൽ പഠിച്ച ആ ഒരു ഓപ്പറേഷനാണ് അവിടെ ഡിലീറ്റ് മിനിമം എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനിൽ ഉപയോഗിക്കുക. ദെൻ അവിടെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുന്ന സെയിം അൽഗോരിതം തന്നെയാണ് പ്രയോറിറ്റി ക്യൂ ആയിട്ട് ഹീപ്പിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്നത്. സോ അത് വൺസ് നിങ്ങൾ അത് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ അത്രയേ ഉള്ളൂ പ്രയോറിറ്റി ക്യൂവിനെ ഹീപ്പായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. In case of any doubts, please ask me in the comment section. Thank you.